ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതിനുവേണ്ടി 4 മീൻ ഇവിടെ വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങാനീരുണ്ടെങ്കിൽ അത് മതി. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടും ഒന്നാകത്തക്ക രീതിയിൽ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതൊരു 1/4 മണിക്കൂർ നേരം നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതൊന്ന് പിടിച്ച് വരുന്നത് നല്ല ടേസ്റ്റ് ആവും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ചതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെയൊക്കെ അളവ് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി ഓരോരോ മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് 2 വശവും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വറുത്തെടുത്താൽ മതി. അതാണ് നല്ലത്. ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും എല്ലാം തിരിച്ചിട്ട് ഇത് ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ 4 മീനും നമുക്കിവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ പാനിൽ തന്നെ വേണം ബാക്കിയൊക്കെ ചെയ്തെടുക്കാൻ. അതിലേക്ക് തന്നെ ഒരു സാമാന്യം വലിപ്പമുള്ള 1 ഇഞ്ചി ചതച്ചതും 5-8 വെളുത്തുള്ളി അല്ലി ചതച്ചതും 5 പച്ചമുളക് നീളത്തിൽ കീറിയതും 50 ഗ്രാം ചുമന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ അതിന് പകരം ഒരു സവാള ചേർത്താലും മതി. കൊച്ചുള്ളി പക്ഷേ ടേസ്റ്റ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഫിഷ് മോളിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അല്പം ചേർത്താലും കുഴപ്പമില്ല. ആവശ്യത്തിനെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് ഞാനൊരു 10-15 കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിരുന്നു. അത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ വഴറ്റി വെച്ചത് നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ 1-2 പാലുകൾ എടുത്തു വെച്ചിരുന്നു. അതിൽ ആ 2-ാം പാല് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ആ 2-ാം പാല് പിഴിഞ്ഞെടുത്തിരുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ മീനിന് ഉപ്പ് ചേർത്തതാണ്. ഇതിന് ഉപ്പ് ചേർത്തില്ല. അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടപ്പടച്ച് നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിനകത്ത് പുളിയോ നാരങ്ങാനീരോ ഒന്നുമല്ല, ഇതിനകത്ത് ആംചൂർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമാങ്ങ കൊണ്ടുള്ള പൊടി. ഞാനത് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് വേണം ഇത് ചേർക്കാൻ. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാൻ ഒരു നുള്ളു പൊടിയേ ചേർത്തുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു മീൻ കറി. ഇത് എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഇത് അടപ്പടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തതിന് ശേഷം തവിയിട്ട് ഇളക്കരുത്. മീനെ ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യാവൂ. അല്ലെങ്കിൽ ഈ മീനൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഈ രീതി ചുറ്റിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു തക്കാളി പഴുത്തത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടപ്പടച്ച് അതെല്ലാം ഒന്ന് പിടിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള മീൻ വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് എന്നൊരു പ്ലേലിസ്റ്റ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് അതും ട്രൈ ചെയ്യാം.
1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് 1-ാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചുറ്റിച്ച് വെച്ചാൽ മതി. അടപ്പടച്ച് ഒരു 2 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാവൂ. അപ്പോഴേ എൻ്റെ ടേസ്റ്റ് നന്നാവത്തുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.